നമസ്കാരം. 5 വർഷം മുമ്പ് നിരോധിച്ച ചൈനീസ് ആപ്പുകളിൽ പലതും ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുന്നതായാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. സുരക്ഷാ അപകടങ്ങളും ഡാറ്റ സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകളും ചൂണ്ടിക്കാട്ടി 2020-ലാണ് ഇന്ത്യ 267 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത്. ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം നടന്നത്. എന്നാൽ ഈ ആപ്പുകളിൽ പലതും വ്യത്യസ്ത പേരുകളിൽ ഇന്ത്യയിലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിലും തിരിച്ചെത്തിയിരുന്നു. മുമ്പ് നിരോധിച്ച 36 ആപ്പുകളെങ്കിലും ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ഇവയിൽ ചിലത് അവയുടെ യഥാർത്ഥ ഐഡന്റിറ്റി നിലനിർത്തിയിട്ടുണ്ട്. മറ്റു ചിലത് ബ്രാൻഡിങ്, ലോഗോ, ഉടമസ്ഥാവകാശം എന്നിവയിൽ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ടുമുണ്ട്. ഗെയിമിംഗ്, ഷോപ്പിംഗ്, എന്റർടൈൻമെന്റ്, ഫയൽ ഷെയർ, കണ്ടന്റ് ക്രിയേഷൻ എന്നിവ ഉൾപ്പെടെയുള്ള ആപ്പുകളാണ് ഇവ. ഫയൽ ഷെയറിംഗ് ആപ്പായ എക്സെൻഡർ, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളായ മാൻകോ ടിവി, യൂക്കോ, ഷോപ്പിംഗ് ആപ്പായ ടവോബോ, ഡേറ്റിംഗ് ആപ്പ് ടൻചാൻ എന്നിവയാണ് തിരിച്ചെത്തുന്നത്. മാംഗോ ടിവി മാറ്റമില്ലാതെ തുടരുമ്പോൾ മറ്റുള്ളവയിൽ ചെറിയ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഈ ആപ്പുകളിൽ ചിലത് അവരുടെ യഥാർത്ഥ ചൈനീസ് ഡെവലപ്പർമാർ തന്നെയാണ് പ്രവർത്തിപ്പിക്കുന്നത്. പ്രശസ്ത ഫാഷൻ റീറ്റെയിലറായ ഷെയ്ൻ റിലയൻസുമായുള്ള ലൈസൻസിംഗ് ഡീൽ വഴിയാണ് തിരിച്ചുവരവ് നടത്തിയത്. ഷെയ്നുമായി ബന്ധപ്പെട്ട എല്ലാ ഉപയോക്തൃ ഡാറ്റയും ഇന്ത്യക്കുള്ളിൽ തന്നെ സംഭരിക്കപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം നിരോധനങ്ങൾ ഉണ്ടായിരുന്നിട്ടും പല ആപ്പുകളുടെയും ക്ലോൺ പതിപ്പുകൾ പ്രചരിക്കുന്നത് തുടരുന്നുണ്ട്. പബ്ജി മൊബൈൽ 2020-ൽ നിരോധിക്കപ്പെട്ടെങ്കിലും 2021-ൽ ദക്ഷിണ കൊറിയയുടെ ക്രാഫ്റ്റണിന്റെ കീഴിൽ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയായി തിരിച്ചെത്തിയിരുന്നു. എന്നാൽ ഈ പതിപ്പിന് 2022-ൽ വീണ്ടും നിരോധനം നേരിടേണ്ടി വന്നിരുന്നു. സമ്പൂർണ്ണ നിരോധനം നടപ്പിലാക്കുന്നത് ഇത്ര ബുദ്ധിമുട്ടാണെന്ന് ഈ ആപ്പുകളുടെ സാന്നിധ്യം എടുത്തു കാണിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ ആപ്പുകളിൽ ഒന്നായ ടിക്ടോക്ക് തിരിച്ചു വരുമോ എന്നതിൽ വ്യക്തതയില്ല. ഹ്രസ്വ വീഡിയോ പ്ലാറ്റ്ഫോമായ ടിക്ടോക്കിന് ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചുപറ്റാനായിരുന്നു. ടിക്ടോക്ക് നിരോധനത്തിന് ശേഷം സമാനമായ ജോഷ്, മോജോ എന്നീ ആപ്പുകൾക്കും വലിയ ജനപ്രീതി നേടിയിരുന്നു. ഇതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാം റീല്, യൂട്യൂബ് ഷോർട്സ് എന്നിവയും ആളുകൾ ഏറ്റെടുത്തു. കേന്ദ്ര സർക്കാർ നിരോധനം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ ബിസിനസ് അവസാനിപ്പിക്കുകയാണെന്ന് ടിക്ടോക്ക് പ്രഖ്യാപിച്ചത് 2021-ലായിരുന്നു. ടിക്ടോക്കിന്റെ ആഗോള ഇടക്കാല തലവൻ വനീസ പപ്പാസും ആഗോള ബിസിനസ് സൊല്യൂഷനുകളുടെ വൈസ് പ്രസിഡന്റുമായ ബ്ലേക്ക് ചാൻലിയാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത്. കമ്പനിയുടെ വലിപ്പം കുറയ്ക്കുകയാണെന്നും തീരുമാനം ഇന്ത്യയിലെ എല്ലാ ജീവനക്കാരെയും ബാധിക്കുമെന്നും ജീവനക്കാർക്ക് അയച്ച സംയുക്ത ഇമെയിലിൽ ടിക്ടോക്ക് മേധാവി അന്ന് അറിയിച്ചിരുന്നു. അതേസമയം ചൈനീസ് സമൂഹ മാധ്യമമായ ടിക്ടോക്ക് വാങ്ങാൻ ഉദ്ദേശമില്ലെന്നും വ്യക്തമാക്കിയെങ്കിലും ശതകോടീശ്വരനും ടെസ്ല കമ്പനി മേധാവിയുമായ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിന്റെ പുതിയ നീക്കം ആകാംക്ഷ ഉയർത്തുകയാണ്.